ജിഫരി മുത്തുക്കോയ തങ്ങളുടെ തലയെക്കെട്ട് ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ തലയെക്കെട്ട് ശംസുൽ-ഉലമയുടെ തലയെക്കെട്ട് പോലെയാണ്. AP ഉസ്താദിന് അല്ലാഹു കൊടുത്ത പവർ നോക്കങ്ങള്. 15,000-ഓളം വരുന്ന സഖാഫി പണ്ഡിതന്മാർ ശിഷ്യന്മാരായിട്ടുണ്ട്. സഖാഫികൾ അല്ലാത്ത ശിഷ്യന്മാരുണ്ട്. AP ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ചെറിയ AP എന്നറിയപ്പെട്ടിരുന്ന AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. മൗത്തായി പോയി. നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോഴേ സ്വാഗതം പറഞ്ഞത് ആ ലത്തീഫ് ഉസ്താദ് പറഞ്ഞില്ലേ ഒരു വാക്ക്. ആ വാക്ക് കേട്ടപ്പോ എന്റെ നെഞ്ഞിടിച്ചു പോയി. എന്താ വാക്ക് എന്നറിയോ? അല്ലാഹ് ഞങ്ങളുടെ ആയുസ്സിനൊക്കെ കുറച്ചാലും വേണ്ടില്ല, സുൽത്താനുൽ ഉലമക്ക് നീ കുറെ കാലം കൂടി ദീർഘായുസ് നൽകണേ അല്ലാഹ് ഉസ്താദ് വിടുന്നതായിരുന്നു. ഈ ഒരു ദുആ ചെറിയ AP ഉസ്താദ് അസുഖമായി ആശുപത്രി കിടക്കുമ്പോൾ AP ഉസ്താദിന് സ്ട്രോക്ക് പിടിച്ച് ശരീരം തളർന്ന് മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിൽ അത്യാസന്നമായ നിലയിൽ ആശുപത്രി അധികൃതർ പോലും കൈമലർത്തിയിരിക്കുന്ന സമയത്ത് മഹാനായ ചെറിയ AP ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉസ്താദ് ഒറ്റ മൈക്കിന്റെ മുമ്പിലുള്ള പ്രസംഗ. അല്ലാഹ് പടച്ചോനെ, ഞങ്ങളൊക്കെ കുറെ കാലം ജീവിച്ചിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ്? അല്ലാഹ് എന്റെ ആയുസ് നീ കുറച്ചാലും ശൈഖുനാക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അത് പറഞ്ഞ് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ ചെറിയ AP ഉസ്താദ് മരിക്കുകയാണ്. വലിയ AP ഉസ്താദ് ഹയാത്തോടെ തിരിച്ചു വരികയാണ്. മരണശയ്യയിലാണെന്ന് പറഞ്ഞ വലിയ AP ഉസ്താദ് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്ന് ഇതാ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് കേരള യാത്ര സമാപിച്ചു. കേരളത്തിന്റെ 14 ജില്ലകളിലും യാത്ര ചെയ്ത് വമ്പിച്ച വിജയമായ ഒരു കേരള യാത്ര. 90 വയസ്സ് കഴിഞ്ഞിട്ടോ ശരീരത്തിന് ഒരുപാട് അവശതകൾ ഉണ്ടായിട്ടോ ആ പണ്ഡിതൻ അവിടെ യാത്ര നടത്തി. ചെറിയ AP ഉസ്താദ് ആ ദുആ അല്ലാഹു കബൂലാക്കിയ പോലെ എനിക്ക് തോന്നിയത്. എന്റെ ആയുസ് കുറച്ചാലും വേണ്ടില്ല, ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഈ എന്റെ ഉസ്താദിന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു അത് കബൂലാക്കിയ പോലെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പറയുമ്പോൾ അത് പേടായി പോകുമെന്നുള്ള ഭയം കൊണ്ട് ഞാനത് പറയാറില്ല. കാരണം അത് പറഞ്ഞ് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ ചെറിയ AP ഉസ്താദ് മരിച്ച് ഖബറിൽ പോയി. വലിയ AP ഉസ്താദ് അതാ ഇസ്സത്തോടെ റാഹത്തോടെ നീച്ചു നടക്കണോ. അങ്ങനെ എത്ര മനുഷ്യന്മാർ ഇതായിരുന്നിട്ടുണ്ടാകും സുൽത്താനുൽ ഉലമക്ക് വേണ്ടി. നമുക്ക് പണം തന്നിട്ടാ ഈ ലത്തീഫ് ഉസ്താദിന് AP ഉസ്താദ് കോടികൾ കൊടുക്കുന്നുണ്ടോ? അയാളെ പുരക്ക് ഞാൻ പോയി. സാമാന്യം ജീവിക്കാനുള്ള ഒരു ചെറിയ പുരണ്ട്, വേറെ വലിയ പേരൊന്നുമില്ല, വേറെ വരുമാനമില്ല, പാവം അല്ലേ നമ്മുടെ ഉസ്താദുമാർ. എന്നിട്ട് AP ഉസ്താദിനോടുള്ള മഹബത്ത് എന്താണ്? ഇൽമിന്റെ മഹബത്താണ്. ഇൽമിന്റെ മഹബത്താണ്. അല്ലാഹ് 15,000-ലധികം വരുന്ന സഖാഫി ശിഷ്യന്മാർ ചെറിയ AP ഉസ്താദിനെ പോലത്തെ ഇൽമിന്റെ വലിയ വലിയ പണ്ഡിതന്മാര് ശിഷ്യന്മാര്. ഇപ്പൊ നിങ്ങൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഇന്ത്യ രാജ്യം പരിശോധിച്ചാൽ AP ഉസ്താദിന് സ്ഥാപനങ്ങളില്ലാത്ത സ്റ്റേറ്റുകളില്ല ഇന്ത്യയിൽ എന്നുള്ളതാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിൽ, നിങ്ങളുടെ ഈ കർണാടകയിൽ തന്നെ എത്ര സ്ഥാപനമുണ്ട്? തമിഴ്നാട്ടിലുണ്ട്, മലേഷ്യയിലുണ്ട്, ദുബായിലുണ്ട്, കുവൈറ്റിലുണ്ട്, ബഹ്റൈനിലുണ്ട്, ഇന്ത്യയുടെ പുറത്തും അകത്തുമുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ സുന്നത്ത് ജമാഅത്തിന് ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പിന്നിൽ, ആ പണ്ഡിതന്റെ പിന്നിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇജ്ജത്തായി അടിയുറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വലിയ പണ്ഡിതനുമാണ്, സയ്യിദുമാണ്, ആലിമുമാണ്. അദ്ദേഹം ഒരാളുടെ മുമ്പിലും വച്ചാലിച്ചു നിൽക്കൂല. സുന്നത്ത് ജമാഅത്ത് പറയുന്ന വിഷയത്തിൽ ഒരാളുടെ മുമ്പിലോ വിട്ടുവീഴ്ച ചെയ്യൂല.
എന്തൊരു വിനയമുള്ള തങ്ങളാണ്. ആ തലയെക്കെട്ട് കാണുമ്പോ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ തലയെക്കെട്ട് ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ തലയെക്കെട്ട് ശംസുൽ ഉലമയുടെ തലയെക്കെട്ട് പോലെയാണ്. അവിടുത്തെ വസ്ത്രധാരണം വളരെ സിമ്പിളാണ്. ബിരിയാണിയുടെ മുകളിലുള്ള തുണിയാണ്. എപ്പോഴും ജിഫ്രി തങ്ങളുടെ വസ്ത്രം നോക്കിയിട്ടുണ്ടോ? വളരെ സിമ്പിളായി വരുന്ന ഒരാളാണ്. വളരെ വിനയത്തോടെ വരുന്ന ആളാണ്. ഈ നിലക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വങ്ങൾ അത് രണ്ടും നമ്മുടെ നേതാക്കളാണ്. ഈ അടുത്ത ദിവസം മഹാനായ കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ, അല്ലാഹുവേ മഹാനെ ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മയിലായി നൽകണേ അല്ലാഹ്. ഞാനൊരു 10-35 കൊല്ലത്തിലധികമായി കുമ്പോൾ തറവാട്ടിൽ പോണ ആളാണ്. മഹാനായ കുഞ്ഞിക്കോയത്തങ്ങളെ പറ്റി നമുക്കൊക്കെ അറിയാം. ആറ്റക്കോയത്തങ്ങളെ പറ്റി അറിയാം. അവരുടെ തറവാടിനെ പറ്റി അറിയാം. അവരുടെ ബാപ്പന്റെ ബാപ്പയാണ് പാപങ്കോയത്തങ്ങൾ പാപ്പ. വലിയാണ്, മഹാനാണ്, സയ്യിദാണ്, പണ്ഡിതനാണ് പാപങ്കോയത്തങ്ങൾ പാപ്പ. ഒരിക്കൽ ഞാനിങ്ങനെ തങ്ങളെ കാണാൻ ഇടക്കിടക്ക് ചെല്ലും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുഞ്ഞിക്കോയ തങ്ങളോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. നാള് എന്റെ പോരക്ക് എന്റെ ചെറിയ മകന്റെ കല്യാണമാണ്. അപ്പൊ എന്റെ പോരക്ക് 2 ആളെ തങ്ങൾ പാപ്പ ഈ കുമ്പോളിന്ന് എന്നെ കാണാൻ വേണ്ടി പറഞ്ഞേക്കെ. ഈ ലൈഫായ എന്നെ കാണാൻ കുഞ്ഞിക്കോയ തങ്ങൾ പാപ്പ 2 ആളെ ഇവിടുന്ന് എന്റെ പോരക്ക്. എന്റെ മകനൊരു സമ്മാനം, എന്റെ മകന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പോണ ഭാര്യക്ക് കൊടുക്ക ഒരു സമ്മാനം, എനിക്കും സമ്മാനം. വലിയ വിലപിടിപ്പുള്ള 2-3 അത്തറും മറ്റും കൂട്ടത്തിൽ എനിക്ക് കൊടുത്തയച്ച ഒരു സമ്മാനമാണ് ഈ തസ്ബിമാല. ഇത് ബറക്കത്തിന് വേണ്ടി ഇതിനേക്കാൾ വിലമടിക്കില്ല 5000-10,000 ഒക്കെ തസ്ബി എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ആ തസ്ബി ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഈ തസ്ബിയാണ് എന്റെ പോക്കറ്റിൽ ഞാൻ നിത്യേന കൊണ്ടെടുക്കുക. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ വലിയ നാക്കിന് അസറുള്ള തങ്ങന്മാർക്കൊക്കെ നാക്കിന് വല്ലാത്ത പവറുള്ളവരാട്ടോ. ഒരു അഹ്ലുബൈത്തും മോശക്കാരൊന്നല്ല. ഇവിടെ ഏതെങ്കിലും ബായാർ തങ്ങളുപ്പാപ്പയായാലും വേണ്ടില്ല, ഖലീൽ തങ്ങളുപ്പാപ്പയായാലും വേണ്ടില്ല, പാണക്കാട് ശിഹാബ് തങ്ങന്മാരായാലും വേണ്ടില്ല. അവരൊക്കെ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കുഞ്ഞിക്കോയ തങ്ങളെ വിളിച്ച് അല്ലെങ്കിൽ അവിടെ ചെന്ന് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടേ ഇന്ന് വരെ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ എന്നോട് പറഞ്ഞു, മുള്ളൂർക്കരെ നിങ്ങൾ കുറെ കാലമായി നമ്മളായിട്ട് ബന്ധമുള്ള ആളാണ്, നിങ്ങൾ തങ്ങളല്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ പാപങ്കോയ തങ്ങളുപ്പാപ്പാടെ കൂട്ടത്തിൽ ചേർത്തിയിട്ടുണ്ട് ടോന്ന്. അതിനേക്കാൾ വലിയൊരു അംഗീകാരം എത്ര കോടി കൊടുത്താലും കിട്ടാത്ത അംഗീകാരമല്ലേ അത്? അല്ലാഹുവേ അഹ്ലു ബൈത്തിന്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. കുഞ്ഞിക്കോയ തങ്ങളുപ്പാപ്പ അടുത്ത ദിവസം പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊക്കെ മൊബൈലിൽ നോക്കിയാൽ കാണാം. ഇതാ പറയണത്, എടാ തങ്ങളുടെ ശൈലിയിൽ ഞാൻ പറയാട്ടോ, നിങ്ങളെ എടാന്ന് വിളിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. ഇവിടെ എന്റെ വാപ്പാന്റെ പ്രായമുള്ള ആൾക്കാരായിരിക്കുന്നത്, അവര് ഞാൻ എടാന്ന് വിളിക്കാൻ പാടുട്ടോ. തങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് നിക്കാറ്റ് ചെയ്യാം. തങ്ങൾ പറഞ്ഞു, എടോ EKAP എന്ന് പറഞ്ഞിട്ട് 2 ഇല്ലടോ, അത് 2 ഒന്നാണടാ. നീ അതിന്റെ പിന്നിൽ പോയി തല്ലൂടണ്ടടാ. 2 സുന്നത്ത് ജമാഅത്താണടാ. ആരാ പറയണത്? കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ പാപ്പ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ കേൾക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ ഗ്രൂപ്പിന്റെ പേരിൽ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കാൻ നടക്കരുത്. അള്ളാന്റെ കുകട്ടി ആലിമായാലും പറയേണ്ടി വരും, വിവരമില്ലാത്തവനായാലും പറയേണ്ടി വരും കേട്ടോ. ചിലർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിവരം ഞാനിട്ടാന്ന് പറയും. ആ പറയാനുള്ള വിവരം എനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. ഞാൻ വിവരമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ഒന്നും രക്ഷപ്പെടില്ല. വിവരമില്ല എന്നുള്ള വിവരമുണ്ടോ, അതന്നെ ഏറ്റവും വലിയ വിവരം കേട്ടോ. അതുകൊണ്ട് നമ്മൾ പരസ്പരമുള്ള ചീത്തവിളികൾ, ആക്ഷേപങ്ങൾ ഒരാളെ പറ്റിയും പറയരുത്. സയ്യിദന്മാരെ പ്രത്യേകിച്ച് പറയരുത്. ആലിമീങ്ങളെ തീരെ പറയാൻ പാടില്ല. ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ആലിമീങ്ങളെ തീരെ പറയാൻ പാടില്ല. കാരണോ ആലിമീങ്ങളുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷമുണ്ട് കേട്ടോ.
വിഷം അറിയാതെ കഴിച്ചാലും ആള് ചത്തുപോകുന്നത് പോലെ ആലിമീങ്ങളെ സയ്യിദന്മാരെ പറ്റി അറിയാതെ ഗീബത്ത് പറഞ്ഞാലും അറിഞ്ഞിട്ട് പറഞ്ഞാലും തിരിച്ച് ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് ആലിമീങ്ങളെ ഒരാളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും കുറ്റം പറയണ്ട, ഒരു സയ്യിദിനെയും ആക്ഷേപിക്കണ്ട. എല്ലാ പണ്ഡിതന്മാരെ പറ്റിയും നല്ലത് പറയാ, നല്ലത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇപ്പൊ സുന്നത്ത് ജമാഅത്ത് ഇസ്സത്താണ്. ഒരു ഭാഗത്ത് ജഫരി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന 10,000-കണക്കായ മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും, മറുഭാഗത്ത് സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് AP ഉസ്താദും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും നേതൃത്വം നൽകുന്ന 10,000-കണക്കായ പള്ളികളും മദ്രസകളും കോളേജുകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ലോകത്ത് തന്നെ സുന്നത്ത് ജമാഅത്തിന് മാതൃകയായി കേരളവും ഇന്ത്യയും കർണാടകയും മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളതിന് സന്തോഷിക്കണം. നമ്മുടെ നാട്ടിൽ പള്ളി ദർസില്ലേ, തൊട്ടപ്പുറത്ത് വലിയ കോളേജുകളില്ലേ? ഇതൊക്കെ ഈ ഇന്ത്യയിലല്ലാതെ, കേരളത്തിലല്ലാതെ, അല്ലെങ്കിൽ കർണാടകയിലല്ലാതെ ലോകത്ത് മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അള്ളാഹു തന്ന ആയുസ് അവന്റെ ദീനിന്റെ മാർഗത്തിലായി ചെലവഴിക്കുന്നവരാകണം. ഇൽമിനെ തെരഞ്ഞെടുത്താൽ അള്ളാഹു വലിയ ഖൈറാത്തുകൾ നൽകും.